സോ ബാക്ക് ഇൻ 2023 ജൂണിൽ ഞാനൊരു പൂരി ഒഡീസ ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ട്രിപ്പ് ചെയ്യണ സമയത്ത് ഐ മെറ്റ് എ ഫാമിലി. ഞാനൊരു ഫാമിലീനെ മീറ്റ് ചെയ്തു. ലൈക്ക് ടോട്ടലി ഡീഹൈഡ്രേറ്റ് ആയിട്ട് വാടി തളർന്ന് ഷോക്ക് അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു മൂപ്പര് വന്നിട്ട് എൻ്റെ അടുത്ത് ലൈക്ക് വെള്ളം വേണമെന്ന് ചോദിച്ചു. ഞാൻ വെള്ളം ചോദിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിക്ക് മനസ്സിലായില്ല. ആളുടെ ലൈക്ക് ഹസ്ബൻഡ് ഇറങ്ങി വന്ന എന്താ സംഭവം എന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. കാരണം ഇതൊരു വില്ലേജ് പ്രദേശമാണ്. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടതാണെന്ന് മനസ്സിലായി. ആളാണ് ഇവിടെ ഈ ഏരിയയിൽ ലൈക്ക് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആള്. സോ ആള് ലൈക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം ഓഫർ ചെയ്തു. ആളുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അവിടെ നിന്നാണ് എൻ്റെ ഫോൺ കാര്യങ്ങളെല്ലാം ആ ട്രിപ്പിനിടയിൽ ഞാൻ ചാർജ് ചെയ്ത് അപ്പ് ചെയ്ത് ഞാൻ തിരിച്ച് ബാക്ക് ഞാൻ ഈ വഴി പിന്നെയും പോവാണ്. ആളുടെ അടുത്ത് റീവിസിറ്റ് ചെയ്യാൻ. ആളുടെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. എൻ്റെ ആൾക്ക് തന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല ഹൗസ് ഗോയിങ് ഓൺ. ലൈക്ക് ആൾക്ക് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പോവാണ്. ആള് ഷോക്കായി. ആൾക്ക് മനസ്സിലായി. ഫോട്ടോ കാണിച്ചു കൊടുത്ത കഴിയുമ്പോ ആൾക്ക് മനസ്സിലായി. ആള് ഷോക്കായി. അത് ടോട്ടലി ഷോക്കായി. ഇതാണ് ട്രാവൽ ചെയ്യുമ്പോഴുള്ള മൂവ്മെന്റ് കാര്യങ്ങളുമല്ല. ബൈക്ക് സൈഡിലേക്ക് വെക്കണം. സോ 2023 ഞാനിവിടെ വന്നതാണ്. 23, 24, 25 ആലപ്പുഴ എൻ്റെ നെയിം ഓർത്തിരിക്കുന്നുണ്ട്. ഞാൻ ആളുടെ അടുത്ത് ടാങ്ക്ലി എന്നാണ് നെയിം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ആളുടെ വീട്ടിൽ ലൈക്ക് ഒരു പുതിയൊരാളും കൂടിയുണ്ട്. ഹലോ ഹായ്. രണ്ടുപേരുണ്ട് കേട്ടോ. 2 പേരുണ്ട്. അടി സീൻ സാറാണ്. ആൾക്ക് ശരിക്കും തന്നെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുടെ ഫോണിൽ നിന്ന് ലൈക്ക് ഞാൻ ആൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല ഫോട്ടോ അയച്ചോ ഇല്ലയോ പോലും. വർഷങ്ങൾ കഴിഞ്ഞു. ബട്ട് ഈ പ്ലേസും കാര്യങ്ങളും എല്ലാം ഓർമ്മയിലുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലെപ്പോഴും ഫോട്ടോ ഉണ്ട്. ആൻഡ് ലൈക്ക് ആളിപ്പോഴും ശരിക്കും തന്നെ ഓർത്തിരിക്കുന്നുണ്ട്. അത് ഒത്തിരി മാജിക്കലാണ്. കാരണം ഇത്രയും ലൈക്ക് 23, 24, 25 2025 ഓർത്തിരിക്കുന്നത് എപ്പോഴും. ആൻഡ് പേരടക്കമാണ് ഓർത്തിരിക്കുന്നത് മാജിക്കലായിട്ട്. ആളുടെ വീടിന്റെ ഉള്ളിൽ കാര്യങ്ങളെല്ലാം ഇതാണ്. ആളുടെ വീടിന്റെ ഉള്ളിലെ കിച്ചണും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ഒരു കുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ കുറേ വെജിറ്റബിൾ കാര്യങ്ങളുണ്ട്. ആൾക്ക് കൃഷി കാര്യങ്ങളുണ്ട്. ഇതിന്റെ ബാക്കിൽ കുറേ ലൈക്ക് എന്താ പറയാ കൃഷി അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ആൻഡ് ഇതാണ് ചെറിയ ഒരു കിച്ചൺ കാര്യങ്ങൾ. ഇവിടെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുക. ഹായ്. ആളിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടുത്തെ ലൈക്ക് ലോക്കൽ ഡിഷ് കാര്യങ്ങളെല്ലാം. സോ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ് കാര്യങ്ങൾ കുക്ക് ചെയ്യുന്നതെല്ലാം. ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ ഫിഷ് കാര്യങ്ങളൊക്കെയാണിത്. ആൻഡ് എന്തോ കുക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ അടുപ്പ് കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് ഇവർ യൂസ് ചെയ്യണം. നമ്മുടെ പോലെ ഗ്യാസ് കാര്യങ്ങളൊന്നും ഇവർ യൂസ് ചെയ്യാറില്ല. കുറവാണ്, വളരെ കുറവാണ്. അതിൻ്റെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറേ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഇതുണ്ട്. ഞാൻ അതിൻ്റെ ബാക്കിലേക്കൊന്നും പോയിട്ടില്ല. ആൻഡിൻ്റെ ബാക്കിൽ ഒരു കുളം കാര്യങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ലൈക്ക് ഫുൾ അഗ്രികൾച്ചർ കാര്യങ്ങളാണ്. ആൾക്ക് കൃഷിയാണ്. ആളുടെ വീടിൻ്റെ ഉള്ളിൽ ലൈക്ക് കുറേ ഇതുണ്ട്. ആൻഡ് മാവ് കാര്യങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കൃഷിയാണ് ഏറ്റവും കൂടുതൽ. ലൈക്ക് ആളുടെ വീട്ടിൽ ലൈക്ക് എൻ്റെ വീട്ടിലൊക്കെ മാങ്ങ ഉണ്ടാവാറുണ്ട്. മാങ്ങ ഉണ്ടാവുമ്പോൾ മരത്തുമ്പോൾ കയറി പറിക്കാറുണ്ട്. ആ സീനാണ് ഓർമ്മ വരുന്നത്.
സ്റ്റാക്കിന്റെ ഉള്ളിലൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതൊക്കെ ഫുള്ള് ഇവര് ലൈക്ക് അരി നിറച്ചു വെച്ചേക്കുന്നതാണ്. ലൈക്ക് ഇവര് കൃഷി ചെയ്ത് ഉണ്ടാക്കിയ അരികളാണ് ഈ കാണുന്ന ചാക്കെല്ലാം. ഈ റൂം ഫുള്ള് കാണുന്നത് ഫുൾ അരിയാണ്. ലൈക്ക് കുറെ ഞാനിപ്പോ ഇവിടുന്ന് ലൈക്ക് എന്റെ ഫോണെല്ലാം ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആൻഡ് ബാക്ക് ടു ഫുഡിങ്. ലൈക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫുഡ് കാര്യങ്ങളൊക്കെ ആള് റെഡിയാക്കാറുണ്ട്. ലൈക്ക് ഒത്തിരി ഹോട്ടുള്ള ക്ലൈമറ്റ് ആണ്. സോ ഒത്തിരി ഹോട്ടുള്ള ഈ ക്ലൈമറ്റില് സ്പെഷ്യൽ എപ്പോഴും ലൈക്ക് കഞ്ഞിയും മാങ്ങ, മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ലൈക്ക് ഇവിടെ സ്പെഷ്യൽ, ലോക്കൽ സ്പെഷ്യൽ. അത് വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് എന്റെ ലൈക്ക് ട്രാവൽ സീരീസ്. എപ്പോഴും കിട്ടാറില്ല. സോ ഞാൻ എന്തൊക്കെയാ ഫുഡ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇത് കഞ്ഞിയാണ്, ലൈക്ക് നാടൻ കഞ്ഞി. ഇത് ഫിഷ്, ഇത് പ്രോൺസ്, മാങ്ങ, പിന്നെ ഇത് ലൈക്ക് വെജിറ്റബിൾസ്, പിന്നെ ഇതെന്താ, ഇത് നാരങ്ങ, സവാള, ഉപ്പ്, മുളക്, മാങ്ങ. ഇതൊക്കെയാണ് സ്പെഷ്യൽ. ലൈക്ക് വൺ ഓഫ് ദ ലൈക്ക് ബിഗ്ഗസ്റ്റ് ലക്ഷറി എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഇതിലും വലിയ ലക്ഷറി ലൈക്ക് ഇത് ഓർഗാനിക് ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് പോസിബിൾ. ഇത്ര പോസിബിൾ അല്ല. ഇനി മുമ്പോട്ട് പോണ ഒരു സാഹചര്യത്തില് ലൈക്ക് ഒരു ഹോംലി ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടാനായിട്ട് വൺ ഓഫ് ദ ലൈക്ക് ഗുഡ് ഫുഡ് ഫോർ ലൈക്ക് 4 miles വേണമെങ്കിൽ തന്നെ. സോ ഈ കഞ്ഞിയിലേക്ക് കുറച്ച് ഉപ്പ് കാര്യങ്ങളെല്ലാം ഇട്ട്, ഉപ്പ് കാര്യങ്ങളെല്ലാം ഇടാണ്. കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഇത് ഒറീസയിലെ ലൈക്ക് മോർണിംഗ് ഫുഡ് കൾച്ചർ സിസ്റ്റം ആണെന്നാണ് ആള് പറയുന്നത്. ഒറീസ का मॉर्निंग फूड जो ईटिंग फूड वो समर सीजन है. समर सीजन में वो वाटर राइस ईटिंग फॉर गुड हेल्थ. സോ ആള് പറയുന്നത് ഈ ഒരു സമ്മർ സമയത്ത് ഈ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാണ് പറയുന്നത്. സോ പോണ വഴിക്ക് പുഴയിൽ കാര്യങ്ങളൊക്കെ കുളിക്കണം എന്ന് കുറേ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫൈനലി ആളുടെ വീട്ടിലെത്തി ഫുഡ് കാര്യങ്ങൾ കഞ്ഞിയെല്ലാം കഴിച്ചു ഡഡായിട്ട് കിടന്നുറങ്ങി. ആൻഡ് ഇപ്പോൾ ഒരു പുഴയിൽ കാര്യങ്ങൾ കുളിക്കാൻ വന്നേക്കാണ്. ഇതാണ് ദ അതർ സൈഡ് ഓഫ് ഒറീസ കാര്യങ്ങളെല്ലാം. സോ ഇവിടെയാണ് കാര്യങ്ങൾ കുളിക്കാനെല്ലാം പോകുന്നത്. സോ ഇതാണ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഒറീസയിലുള്ള ഒരു പുഴയിൽ കാര്യങ്ങളെല്ലാം കുളിക്കുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അടിപൊളിയല്ലേ? ഇതൊട്ടും പ്രതീക്ഷയില്ല. ചുട്ട ചൂടാണ്, കൈയെല്ലാം പൊള്ളി തവിടോടി തരികണമായിട്ടുണ്ട്. ഇതാണ് ഒറീസയിലെ ലൈക്ക് unexplored places of Orissa and the people. Hi. ഇത് ഇവിടുത്തെ ഒരു ചായക്കടയാണ്, ടിഫിൻ സെന്ററും കാര്യങ്ങളൊക്കെയാണ്. ഇവര് കഴിക്കുന്ന ഫുഡ് കാര്യങ്ങൾ എന്നൊക്കെ പറയാനായിട്ട് സമൂസ, വട, പൂരി. ഇവര് കഴിക്കുന്ന ചെറിയ പൂരി. ആൻഡ് ഇത് എന്തോ സംഭവം रसगुल्ला. इसका नाम मेड बाई गुलगुला. ये मेड बाई ओनियन. उसको हम उड़ीसा की लैंग्वेज में पियाजी. मेड बाई ओनियन. ये तो आपकी केरल में समोसा. ഇത് സമൂസ, ഇത് ഓണിയനും കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇത് രസഗുള. ആളാണ്, അവർ രണ്ടുപേരും കൂടിയാണ് ഈ ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ആളുടെ അമ്മ ആൻഡ് ആളുടെ വൈഫ് കാര്യങ്ങളെല്ലാം. പക്ഷെ ഇതാണ് ഇവരുടെ കിച്ചൺ, ഇവിടുത്തെ ഒഡീസയിലെ കിച്ചൺ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം. പക്ഷെ ഇതിലാണ് ഇവർ കുക്ക് ചെയ്യുന്ന ഫുഡ് കാര്യങ്ങൾ. ഐസ്ക്രീം ഞാനിപ്പോൾ ഒറീസയിൽ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ലൈക്ക് 2023 ഒറീസയിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ 2023 വന്ന സമയത്ത് ലൈക്ക് ഞാനിവിടെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഞാനൊരു ആളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീഹൈഡ്രേറ്റഡ് ഡെഡ് കൂൾ ആവുന്ന ഒരു അവസ്ഥയിൽ. സോ ആളെ ഈ ട്രിപ്പ് സീരീസിൻ്റെ ഇടയിൽ പിന്നെയും മീറ്റ് ചെയ്തു. ആളാണ് ലൈക്ക് ഈ ഒരു പ്ലേസിലേക്ക് കുറച്ചുകൂടി ഡീപ്പറായിട്ട്, ഇതൊരു പ്രോപ്പർ വില്ലേജ് പ്ലേസ് ആണ്.
സോ ഇതിനുള്ളിലേക്ക് പോണതിന് ലിമിറ്റേഷൻ ഉണ്ട്, ലൈക്ക് ലാംഗ്വേജ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. സോ അതാണ് തന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, ലൈക്ക് ഇനിയും ഡീപ്പറായിട്ട് ഉള്ളിലേക്ക് പോകാനായിട്ട്. ലെറ്റ്സ് എക്സ്പ്ലോർ ദ വില്ലേജസ് ഓഫ് ഒഡീഷ. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്തിട്ട് ലൈക്ക് ഇതുപോലെ ലൈക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ ലോക്കൽ ലൈക്ക് ഡീപ്പറായിട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ, വീഡിയോ കാണുന്ന ആരെങ്കിലും ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ലക്ഷറി പ്ലേസിൽ പോയിട്ട് ട്രാവൽ ചെയ്യാൻ തിരിച്ച് ബാക്ക് ഹോം പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാറുള്ളവർ വളരെ കുറവായിട്ടാണ് എനിക്ക് കാണാറുള്ളത്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആളുടെ വില്ലേജ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോവാണ്. സോ ഇതാണ് ആളുടെ വില്ലേജ് കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ്. ലൈക്ക് വഞ്ചി കാര്യങ്ങൾ, ഫിഷിങ് ആൻഡ് ചെറിയ ചെറിയ വീടുകൾ, വലിയ വലിയ വീടുകളല്ല, ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളി ഒരു വില്ലേജ് വൈബാണ്. ടോട്ടലി ദ പ്യുവർ വില്ലേജ് വൈബാണ് കാര്യങ്ങളെല്ലാം. ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാർ സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് എപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും ചെറിയ റോഡിൽ കൂടെ ലൈക്ക് ചെന്നൈ അല്ലെങ്കിൽ കേരള സിറ്റി, ഹൈദരാബാദ്, ബാംഗ്ലൂർ സിറ്റികൾ ബൈക്കുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സൈക്കിൾ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോഴും ഇവിടെ ആൾക്കാർ ലൈക്ക് ബൈക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ബൈക്കാണ്, ബാക്കി എല്ലാവരും സൈക്കിളിലാണ് ഇപ്പോഴും. സൈക്കിളൊക്കെ റോട്ടിൽ വെച്ചേക്കാണ്, സീനൊന്നുമില്ല. ആളുടെ ഏരിയ ആണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല, പോയി നോക്കാം. ഇവിടെ കുറേ പിള്ളേർ കാര്യങ്ങളൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇവിടെ പിള്ളേരൊക്കെ ഹായ്, പിള്ളേരൊക്കെ ഹായ് ഒക്കെ തരുന്നുണ്ട്. ഇവരെന്തൊക്കെയോ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഈ ഒരു ചേച്ചിയാണ് ഇവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ട്യൂഷൻ ഇത് ഇവിടുത്തെ ട്യൂഷൻ സെന്ററും കാര്യങ്ങളുമാണ് ഇവിടുത്തെ പിള്ളേർക്ക് പഠിക്കാനായിട്ടുള്ള വില്ലേജിലെ. ഫ്രീ ഓഫ് കോസ്റ്റ് ട്യൂഷൻ ബൈ മാം. പൈസ ഒന്നും ഇല്ലാണ്ടാണ് ട്യൂഷനും കാര്യങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്നത്. Surrounding my village, on whom I ഇവിടെ ലൈക്ക് വന്ന് ഒരു ഗ്രൗണ്ടിൽ കാര്യങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ പിള്ളേര് ക്രിക്കറ്റ് കാര്യങ്ങളെല്ലാം കളിക്കുന്നുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്ന പറമ്പും കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് ദിസ് ഈസ് ദ ഒഡീഷ, the other side of Odisha. ഇവരിങ്ങനെ ക്രിക്കറ്റ് കാര്യങ്ങളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പിള്ളേർ കാര്യങ്ങളുണ്ട്. This is Odisha. Exploring the unexplored places of Odisha. എന്നിട്ട് ഇവരുടെ അടുത്ത് കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരാണ്. ഇവരുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞത്. ഇവർക്ക് കളി നിർത്തിയിട്ട് ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നുണ്ട്, കൈയൊക്കെ അടിക്കുന്നുണ്ട്. എന്ത് സംഭവം കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കറക്റ്റായിട്ട്. ഹായ്, എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കളിയൊക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ് അവരേക്ക്. ഒരു കളിയൊക്കെ നിർത്തി കാര്യങ്ങളെല്ലാം. ഇതാണ് ഇത്രയും പേരാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. അവർ ലൈക്ക് ഒരു കറക്റ്റായിട്ട് കാണാനും കാര്യങ്ങളെല്ലാം പറ്റിയിട്ടുണ്ട്. താങ്ക് യു. സോ ഞാൻ ഇപ്പോഴുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ലൈക്ക് വില്ലേജ് ലൈക്ക് അമ്പലത്തിലാണ്. ആളുടെ നാട്ടിലുള്ള അമ്പലമാണ് കാര്യങ്ങളെല്ലാം. സോ അമ്പലവും കാര്യങ്ങളും ലൈക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. സോ ഇതാണ് അമ്പലവും കാര്യങ്ങളും എല്ലാം. ആൻഡ് ഇവിടുത്തെ പൂജാരി കാര്യങ്ങളെല്ലാം ഇതാ. നമസ്തേ. ആളാണ് ഇവിടുത്തെ പൂജാരി കാര്യങ്ങളെല്ലാം. ആൻഡ് ഇതാണ് അമ്പലവും കാര്യങ്ങളും എല്ലാം. ഹർചണ്ടി all are temple premises. ഇത് ഇവിടുത്തെ അമ്പലത്തിൽ എന്തൊക്കെയോ സംഭവം കാര്യങ്ങളൊക്കെയാണ്. എന്താന്ന് എനിക്കറിയില്ല. ഇതെന്തോ മണ്ഡപവും കാര്യങ്ങളൊക്കെയാന്നാണ് പറയുന്നത്. Jagya Mandap. One time Jagya Mandap is called. ജഗ് മണ്ഡപം.
Is it? Pandi. Archandi. Is the temple surrounding all verses. Huh? Shivji. Shivji. Name Grameshwar. Rameshwar. The god of Chikri. ഇവിടെ കുറേ പിള്ളേരുന്ന ക്യാരംസ് കാര്യങ്ങളെല്ലാം കളിക്കുന്നുണ്ട്. ഹലോ, ഇവിടെ ഇവരോട് ക്യാരംസ് കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെന്തായാലും ക്യാരംസ് കളിക്കാൻ പറ്റില്ല. പിന്നെ ഒരു ദിവസം വന്നിട്ട് ക്യാരംസ് എല്ലാം കളിക്കാം വെച്ച് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കും. ക്യാമറ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു വൈബും മൂഡ് കാര്യങ്ങളൊക്കെയാണ് ലൈക്ക് കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ദ അതർ സൈഡ് ഓഫ് ഒഡീഷ കാണുന്നത് ശിവന്റെ ലൈക്ക് ടെമ്പിളും കാര്യങ്ങളൊക്കെയാണ്. ശിവ ടെമ്പിൾ കാര്യങ്ങളാണ്. സോ ഇതാണ് ലൈക്ക് എന്തോ എഴുതിയിട്ടുണ്ട്. ഇത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. Entry the temple. സോ ഇതാണ് അമ്പലവും കാര്യങ്ങളും എല്ലാം. Maharudra Ramasuddava. Villages of Odisha. ആളുടെ പഴയ ഒരു വീട് കാര്യങ്ങളുണ്ട്. ആ വീട്ടിലേക്കാണ് എത്തിയേക്കണേ. സോ ഇതാണ് ആളുടെ പഴയ വീട് കാര്യങ്ങളെല്ലാം. പണ്ട് ആള് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പോഴാണ് ആള് റീലൊക്കേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇത് ആളുടെ സിസ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. ഹായ്. ഇതാണ് ഒഡീഷയിലെ ഒരു ഗ്രാമപ്രദേശം. ദ പ്യുവർ ഗ്രാമപ്രദേശം കാര്യങ്ങളെല്ലാം. എന്താ പീപ്പിൾ ആൻഡ് ഇവിടുത്തെ വൈബ് കാര്യങ്ങളെല്ലാം ഒത്തിരി ഡിഫറെൻ്റ് ആണ്. നമുക്ക് സിറ്റിയിലുള്ള വൈബ് പോലെയല്ല ഇവിടുത്തെ ആൾക്കാരും കാര്യങ്ങളും ആൻഡ് ഇവളുടെ കൾച്ചറും എല്ലാം ഒത്തിരി ഡിഫറെൻ്റ് ആണ്. അത് ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒത്തിരി ലൈക്ക് ബുദ്ധിമുട്ടുള്ളൊരു ഫീല് കാര്യങ്ങളാണ്. ബട്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി മാജിക്കൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് സ്ട്രീറ്റിലെ ഉള്ളിൽ കയറി കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യണം ഒത്തിരി ഇഷ്ടമാണ്. സോ ആള് ലൈക്ക് ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് ആളെന്നെ ലൈക്ക് ഇങ്ങനെ കുറെ നേരം നോക്കിയിട്ടിരിക്കാറു. സ്ട്രീറ്റിന്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. ലോക്കൽസ് കാര്യങ്ങളുള്ള ബിസിനസ് അങ്കിൾ. ഇത് ആളുടെ ലൈക്ക് ബിസിനസ് അങ്കിളും കാര്യങ്ങളൊക്കെയാണ്. ആളുടെ ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഉള്ളില് കാര്യങ്ങളെല്ലാം. സോ ആളുടെ ഷോപ്പും കാര്യങ്ങളാണ് ഇതിന്റെ ഉള്ളില്. സോ ഇതാണ് ഇവരുടെ ഗ്യാങ് കാര്യങ്ങൾ. കുറച്ച് കബൂർ സീനായിരുന്നു. ഇപ്പൊ ആൾ ഓക്കെ. കാരണം ഭാഷ അറിയാണ്ട് പെട്ടെന്ന് ഒരാൾ ആളുടെ സ്ട്രീറ്റിൽ കയറി വന്നിട്ട് ആളുടെ ഫോട്ടോ എടുക്കുന്ന കുറച്ച് സീനായിരുന്നു. ഫ്രണ്ടിന്റെ ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ലൈക്ക് കുറേ സ്ട്രീറ്റുകളുടെ ഉള്ളിൽ കുറേ പിള്ളേർ കാര്യങ്ങളെല്ലാം ഓടി വരുന്നുണ്ട് എവിടെ നിന്നൊക്കെയോ. ആൻഡ് ഇതാണ് ഷോപ്പ് കാര്യങ്ങളെല്ലാം. ഇവിടുത്തെ ആൾക്കാരുടെ ലൈക്ക് സാധനങ്ങളെല്ലാം മേടിക്കുന്നതും എല്ലാം. ഇവിടുത്തെ വ്യൂ കാര്യങ്ങളെല്ലാം. ആൻഡ് ആള് പഠിപ്പിക്കുന്ന സ്കൂള് കാര്യങ്ങളാണിത്. സോ ഇവിടുത്തെ സ്കൂള് കാര്യങ്ങളെന്ന് പറഞ്ഞ ഫെസിലിറ്റി എല്ലാം ഇതാണ്. ഇത്രയും ചെറിയൊരു ബിൽഡിങ് കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ പോലെ വലിയ ബിൽഡിങ് കാര്യങ്ങളൊന്നും ഇപ്പോഴും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല തന്നെ പറയാം. ചെറിയൊരു ബിൽഡിങ്, കുറച്ച് പിള്ളേർ ലൈക്ക് ഇവിടെയുള്ള പഠിക്കാൻ എന്താണെന്ന് പോലും അറിയാത്ത കുറേ പിള്ളേർ കാര്യങ്ങൾ. അവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ലൈക്ക് പുരാണ രാം മന്ദിറിന്റെ ഒരു ടെമ്പിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ
ഹലോ എന്ന് പറഞ്ഞപ്പോ ആള് ഓടി. Subscribe and like. സോ ഫൈനലി ഇവിടുത്തെ ലൈക്ക് ഒരു ഷോപ്പ് കാര്യങ്ങളുണ്ട്, ലൈക്ക് ഓൾ ദ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം. സോ വൺ ഓഫ് ദ ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഓൾ ദ എക്യുപ്മെന്റ്സ് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഓൺ ദിസ് വില്ലേജ്. സോ ഈ ഷോപ്പ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് ഇവിടുത്തെ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് 2023 ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഇത് ലോക്കൽസ് എല്ലാവരും ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു വൈബ്. ആൻഡ് ഇപ്പോൾ ഞാൻ ഈ ഒരു മെഷീനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ടോട്ടലി എൻറ്റയർലി വൈബും ഡിഫറെൻ്റ് ആണ്. അപ്പോഴത്തെയും ഇപ്പോഴത്തെയും വൈബ് ഡിഫറെൻ്റ് ആണ്. ടോട്ടലി ഒത്തിരി മാറിയിട്ടുണ്ട് വില്ലേജ് കാര്യങ്ങളെല്ലാം. ലെറ്റ്സ് സീ മുമ്പോട്ട് എന്താവുന്നു. സോ ഒഡീഷയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ലൈക്ക് ഒരു കല്യാണം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. ദിസ് ഇസ് ദ ഒഡീസ കൾച്ചർ ഓഫ് വെഡിങ് കാര്യങ്ങളെല്ലാം. സോ ഇതൊരു വില്ലേജിലെ ഒരു വെഡിങ് ഫങ്ഷൻ കാര്യങ്ങളൊക്കെയാണ്. സോ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം ലൈക്ക് കിച്ചൺ വൈസാണ്. ഫുഡ് കാര്യങ്ങളെല്ലാം എന്താണ് ഫുഡ് കാര്യങ്ങളെന്ന് അറിയില്ല. ഇത് വെഡിങ് സൈഡിൻ്റെ ഒരു അതർ സൈഡാണ്, പോയി നോക്കാം എന്താണെന്ന് അറിയില്ല. സോ ഐ തിങ്ക് ദ ഡേ ഓഫ് 9 or 10 സംതിങ് ഫ്രം ഒഡീസ പുരി സൈഡ്. സോ ഞാൻ ഇന്നലെ താമസിച്ചത് മുപ്പരുടെ വീട്ടിൽ കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ഞാൻ അവിടെ നിന്ന് ലൈക്ക് ബൈ പറഞ്ഞ ഇറങ്ങാണ്. സോ ഹെഡിങ് ടു പുരി, like Jagannath temple and Konark Sun temple, and from there I don't know, will be heading to somewhere unknown, no idea. Till Konark Sun temple വരെയാണ് ഇപ്പോൾ ആയിരിക്കും പ്ലാൻ കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ടുള്ളത് ഓൺ ദ വേയിൽ പ്ലാൻ ചെയ്യും. Yep, that's it. Bye bye. Bye. So ആളുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തതെല്ലാം. See you. Come with family. Okay. No family now. Maybe soon. സോ ഞാൻ ഇവിടെ നേരെ ലൈക്ക് ഇവിടുന്ന് ഈ റോട്ടിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പൂരി സൈഡാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് സീ. പോകുന്ന വഴിക്ക് കരിക്ക് കുടിക്കാൻ നിർത്തിയാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇവിടുത്തെ ലൈക്ക് ആളുടെ വീട്ടിൽ ആളുടെ വൈഫ് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പുറത്ത് കഴിക്കാൻ വെച്ചാൽ ഫുഡ് കാര്യങ്ങളെല്ലാം ശോകമാണ്. ഫ്രൂട്ട്സ് കഴിക്കാനുള്ള പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്തിട്ട്. പക്ഷേ ഇപ്പോൾ ഒടുക്കത്തെ ചൂടാണ്. ഞാൻ ഓൾറെഡി ഒരു ലൈക്ക് റോങ് ഡീവിയേഷനിൽ 24-30 സംതിങ് കിലോമീറ്റർ മാറി വേറെ ഡയറക്ഷൻ പോയി. ഇനി ഒരു 24 സംതിങ് കിലോമീറ്റേഴ്സ് ബാക്കിലേക്ക് എനിക്ക് പോകണം, ലൈക്ക് പൂരി ജഗന്നാഥ് ടെമ്പിളിലേക്ക്. സോ ജഗന്നാഥ് ടെമ്പിളിലാണ് പോകുന്നത്. അവിടെ നിന്ന് സ്ട്രൈറ്റ് കൊണാർക്ക് ആൻഡ് ഭുവനേശ്വർ. സോ ദാറ്റ്സ് ദ പ്ലാൻ ഫോർ ടുഡേ. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ലൈക്ക് ഈ സർക്യൂട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. ലെറ്റ്സ് സീ എന്താണെന്ന് അറിയില്ല.